കളിക്കളത്തിലെ സസ്പെൻസുകളാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിനെ ലോകത്തിലെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് ലീഗാക്കി മാറ്റുന്നത്. അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും ആ അപ്രവചനീയത ടൂർണമെൻറ്റിനുണ്ട്. 13 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ കൊൽക്കത്തയും രാജസ്ഥാനും ഹൈദരാബാദും പ്ലേ ഓഫ് യോഗ്യത നേടിക്കഴിഞ്ഞു. ബാക്കിയുള്ള ഒരു സ്ഥാനത്തിനായി ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കുന്ന മത്സരമായിരിക്കും പ്ലേ ഓഫിലെ 4ാം സ്ഥാനക്കാരെ നിർണ്ണയിക്കുക. നിലവിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് 14 പോയിന്റും ബംഗളൂരുവിന് 12 പോയിന്റും ആണുള്ളത്. നെറ്റ് റൺ റേറ്റിലെ മേധാവിത്വവും ചെന്നൈക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അതേസമയം ബംഗളൂരുവിനെ പേടിപ്പിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് അല്ല, കാലാവസ്ഥയാണ്. ഇന്ന് ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുന്ന മത്സരത്തിന് മഴയാണ് ഭീഷണി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തകർത്ത് പെയ്യുന്ന മഴയെ തുടർന്ന് ചിന്നസ്വാമിയിലെ പിച്ചുകളെല്ലാം മൂടിയിട്ടിരിക്കുകയാണ്. ഇന്നും ബംഗളൂരുവിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അങ്ങനെ മഴ മൂലം കളി മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ചെന്നൈ 4ാം സ്ഥാനക്കാരായി പ്ലേ ഓഫ് ഉറപ്പിക്കും. എന്നാൽ മത്സരത്തിൽ ബംഗളൂരു ചെന്നൈയെ തോൽപ്പിച്ചാലും അവരുടെ മുന്നോട്ട് പോക്ക് ഉറപ്പില്ല. അതിന് മറ്റു ചില കാര്യങ്ങൾ കൂടി സംഭവിക്കേണ്ടതുണ്ട്. നിലവിൽ ബംഗളൂരുവിൻ്റെ നെറ്റ് റൺ റേറ്റ് ചെന്നൈയേക്കാൾ താഴെയാണ്. ഇത് മെച്ചപ്പെടുത്തണമെങ്കിൽ കുറഞ്ഞത് 18 റൺസിനും അല്ലെങ്കിൽ 18 ഓവറിലും ജയിക്കണം. എതിർ ടീമിൻ്റെ സ്കോർ 200 ആണെങ്കിലാണ് ഈ പറഞ്ഞ സാഹചര്യമുള്ളത്. അങ്ങനെ മികച്ച മാർജിനിൽ ബംഗളൂരു വിജയിക്കുകയാണെങ്കിൽ അവർക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് സാധ്യതയുണ്ട്. നിലവിൽ RCBയുടെ ഫോം ചെന്നൈയെ തീർച്ചയായും ഭയപ്പെടുത്തുന്നുണ്ട്. തുടർച്ചയായി 5 മത്സരങ്ങൾ വിജയിച്ച് അത്ഭുതപ്പെടുത്തുന്ന തിരിച്ചുവരവാണ് ടൂർണമെൻറ്റിൽ ബംഗളൂരു നടത്തിക്കൊണ്ടിരിക്കുന്നത്. സീസണിലെ റൺവേട്ടക്കാരുടെ പട്ടികയിൽ 1ാം സ്ഥാനത്ത് തുടരുന്ന വിരാട് കോഹ്ലി തന്നെയാണ് ടീമിൻ്റെ നട്ടെല്ല്. 13 മത്സരങ്ങളിൽ 661 റൺസാണ് ഇന്ത്യൻ സൂപ്പർ താരം അടിച്ചുകൂട്ടിയത്. വിരാട് കോഹ്ലിക്ക് തൊട്ടു പിന്നിൽ 2ാം സ്ഥാനത്ത് തന്നെ ചെന്നൈ നായകൻ ഋതുരാജ് ഗെയ്ക്വാദുമുണ്ട്. 13 മത്സരങ്ങളിൽ 583 റൺസാണ് ചെന്നൈ താരത്തിൻ്റെ ആകെ സമ്പാദ്യം. സീസണിലെ റൺവേട്ടക്കാരുടെ ഈ പട്ടികയുടെ ആദ്യ 15 സ്ഥാനങ്ങളിൽ ചെന്നൈയുടെയോ ബംഗളൂരുവിൻ്റെയോ മറ്റൊരു താരവും ഇല്ല എന്നത് തന്നെയാണ് ഈ സീസണിൽ അവരെ പിന്നോട്ടടിച്ചത്. എന്നാൽ ടൂർണമെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ RCB അടിമുടി മാറിക്കഴിഞ്ഞു. തുടർച്ചയായ 5 മത്സരങ്ങളിലാണ് ബംഗളൂരു വിജയിച്ചു നിൽക്കുന്നത്. ഏപ്രിൽ 21-ന് ഈഡൻ ഗാർഡനിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് 1 റണ്ണിൻ്റെ തോൽവി വഴങ്ങിയില്ലായിരുന്നുവെങ്കിൽ RCB എപ്പോഴേ പ്ലേ ഓഫിൽ ഉണ്ടാകുമായിരുന്നു. 5 തവണ കപ്പുയർത്തിയ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് നയിക്കുന്ന ബാറ്റിംഗ് നിര പല മത്സരങ്ങളിലും ഉത്തരവാദിത്വം മറന്നു. എന്നാൽ ടൂർണമെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിൽ വലിയ വിജയങ്ങളുമായി അവർ തിരിച്ചു വന്നു. എന്തായാലും ചെന്നൈക്ക് തന്നെയാണ് അവസാന ഘട്ടത്തിലും പ്രതീക്ഷയ്ക്ക് വകയുള്ളത്. ഇതിഹാസ താരം മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഒടുവിലത്തെ IPL സീസൺ ആകുമെന്ന് കരുതപ്പെടുന്ന ഈ വർഷം കിരീടം നേടി ധോണിക്ക് മധുരമുള്ള ഒരു യാത്രയയപ്പ് നൽകാൻ ചെന്നൈ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ധോണിക്ക് വേണ്ടി കളിക്കുന്ന ചെന്നൈയെ ബംഗളൂരു ഭയപ്പെടുക തന്നെ വേണം. എന്നാൽ ടൂർണമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കപ്പ് നേടിയിട്ടില്ലാത്ത ബംഗളൂരുവിന് ഒന്നും നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് തന്നെ മികച്ച ഒരു മത്സരം തന്നെ ബംഗളൂരുവിൻ്റെ ഹോം സ്റ്റേഡിയമായ ചിന്നസ്വാമിയിൽ പ്രതീക്ഷിക്കാം.